ടുഡേ ഇന്ന് എടുക്കാൻ പോകുന്നത് BPSC 132. കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ഏകദേശം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതായത് ഈ BPSC 131 കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ് 132. ഇത് എടുക്കുന്നതിന് മുമ്പേ ഒരു സംഭവം കൂടി പറയാനുണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് കോഴ്സാണ്. നമ്മൾക്ക് പഠിക്കുക, പാസ്സാവുക എന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കഴിവും നമുക്കുണ്ടാവണം. കാരണം ഇത് തിയറിയാണ്. അതേ പ്രകാരം ഇപ്പം നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ, ഞാനത് ഇൻട്രൊഡക്ഷൻ തരികയാണ്, ഇത് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഡിഗ്രീൻ്റെ അത് എലാബറേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ വളരെയധികം കണ്ടൻസ് ഉണ്ട്. അത് ശ്രദ്ധാപൂർവം അത് കേൾക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം മാർക്ക് മേടിക്കുക എന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് വൃത്തിയാവണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നന്നായിട്ട് കോഴ്സ് വേറെ വായിച്ചല്ലാതെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല, മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നമ്മൾ വാട്ടെവർ ഇഗ്നു, ഞാൻ ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ പല ഇവാലുവേഷനൊക്കെ ചെയ്യുമ്പോൾ കാണുന്നതാണ്, പുസ്തകങ്ങൾ ഇഗ്നു സപ്ലൈ ചെയ്ത പുസ്തകങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആണ്, ഹൈ ക്വാളിറ്റിയാണ്, വളരെ ശ്രദ്ധാപൂർവം വായിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺസേൺ ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ്. ഓക്കെ, സോ ഈ BPSC 132 എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സ്, അതായത് ഭരണപരമായ ചിന്തകൾ. പലരുടെയും പല അഭിപ്രായങ്ങളുണ്ട് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട്. കാരണം അതൊരു ലൈക്ക് എൻ ഓഷ്യൻ, ഓരോരോ സ്ഥലത്ത് ഓരോരോ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേഷനാണ്. ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, ലോക്കൽ സ്ഥല ഗവൺമെന്റ് ആയിക്കോട്ടെ, പല വിധത്തിലുണ്ട് വേൾഡ് ഓവർ. അപ്പൊ അതിനെപ്പറ്റി പുരാണമായ, ഇപ്പൊ നമ്മൾ പുതിയതിലേക്ക് വരുന്നതിന് മുമ്പേ പഴയതിനെ പറ്റിയാണ് ഇന്ന് തൽക്കാലം സംസാരിക്കുന്നത്. കാരണം അതിൽ നിന്നാണ് ഇതായത് ഇപ്പോഴത്തെ. അപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറിയണമല്ലോ. ഇപ്പോഴത്തെ ന്യൂ മോഡേൺ തിങ്കിങ് ഉണ്ടല്ലോ, അതിന് മുമ്പേ പഴയത് എന്താണെന്ന് അറിയണ്ടേ, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കുറച്ച് പറയുന്നത്. അപ്പോൾ BPSC 132 അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സ്, ഭരണപരമായ മലയാളത്തിലെ ചിന്തകൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആശയം, ഓരോരുത്തരുടെ ആശയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഈ യൂണിറ്റിൽ BPSC എഗെയിൻ ഞാൻ പറയുന്നു 131 അത് വേറൊരു വിധത്തിൽ ആയിരുന്നു, പോളിസി റിലേറ്റഡ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അങ്ങനെ നിങ്ങൾ മാപ്പിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധാപൂർവം ഇത് കേൾക്കുക കേട്ടോ. നോ, ഇതിൽ ടോട്ടൽ 5 ബ്ലോക്കാണ്, 17 യൂണിറ്റ് ആണ്. ഓക്കെ, 17 യൂണിറ്റ് ആണ് ഈ പുസ്തകത്തിൽ. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫെയർ ആൾമോസ്റ്റ് അപ്ഡേറ്റഡ് ആണ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി മേലല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ബ്ലോക്ക് 1 അത് ഞാൻ പറഞ്ഞു 17 യൂണിറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം BPSC 17 ആയിരുന്നു. ഇന്ത്യൻ തിങ്കേഴ്സ് ആണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 2 ക്ലാസിക്കൽ തിങ്കേഴ്സ് ആണ്. ബ്ലോക്ക് 3 ബിഹേവിയറൽ ആൻഡ് സിസ്റ്റമാറ്റിക് തിങ്കേഴ്സ് ആണ്. ബ്ലോക്ക് 4 സോഷ്യോ സൈക്കോളജിക്കൽ, സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം, അതാണ് അതിനെ പറ്റി പറയുന്നതാണ് ചിലത്. പിന്നെ ബ്ലോക്ക് 5 മാനേജ്മെന്റ് ആൻഡ് പബ്ലിക് പോളിസി തിങ്കേഴ്സ്, അതാണ്. അപ്പൊ ഇതാണ് ബ്ലോക്ക് 5. ഇത് നമ്മൾ എലാബറേറ്റ് ആയിട്ട് പിന്നീട് പറയും. ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ബ്ലോക്കിൽ കണ്ടൻസ്. ഇനി യൂണിറ്റ് വരും. ആദ്യം ബ്ലോക്ക് 5 ബ്ലോക്ക് 17 യൂണിറ്റ് വരും. ഇതാ ഇനി അടുത്ത് വരാൻ പോകുന്നതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന യൂണിറ്റ്. യൂണിറ്റ് 1 കൗട്ടില്യ. അദ്ദേഹം ആരായിരുന്നു? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സുപ്രസിദ്ധ, വളരെ ബുദ്ധിമാനായ ഒരു എന്താ പറയണ്ടേ ഉപദേശകനായിരുന്നു അദ്ദേഹം. കൗട്ടില്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. യൂണിറ്റ് 1 കൗട്ടില്യ എന്ന അർത്ഥശാസ്ത്ര, മനസ്സിലായില്ലേ? ഈ കൗട്ടില്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ പേര്, ആൾസോ നോൺ ആസ്, നിങ്ങളെല്ലാം ഇത് അർത്ഥശാസ്ത്രത്തെല്ലാം വളരെ അന്ന് അനവധി വർഷങ്ങൾ, സെഞ്ചുറീസ് എഗോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പല സ്ഥലത്തും പല ഭരണാധികാരികളും ഇൻക്ലൂഡിങ് ഇന്ത്യ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
വളരെ സമർത്ഥനായ ഒരാളായിരുന്നു കൗടില്യ. അദ്ദേഹത്തിന്റെ പേര് ആൾസോ നോൺ ആസ് ചാണക്യ, വിഷ്ണുഗുപ്ത എന്നും പറയപ്പെടുന്നു. ഓക്കെ, അദ്ദേഹത്തിന് അതായത് പല സ്കോളേഴ്സ് അദ്ദേഹത്തിനെ പറ്റിയിട്ട്, അതായത് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, ഡിഫൻസ് സ്റ്റഡീസ്, സ്ട്രാറ്റജി, വളരെ പ്രധാനപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ അദ്ദേഹം രാജാവിനെ ഉദ്ദേശിച്ചിരുന്നു. അദ്ദേഹം ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ്. ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ കൗടില്യ വളരെ അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് അർത്ഥശാസ്ത്ര. ഓക്കെ, അതായത് പിന്നെ യു സി ഹിസ് വർക്ക് കാൾഡ് ദി അർത്ഥശാസ്ത്ര, ഹിസ് ഐഡിയ ഓഫ് സ്ട്രോങ് സ്റ്റേറ്റ്. കൗടില്യയുടെ പറയുന്ന ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്, ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം. അതായത് നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ഇല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്കറിയാലോ, ലോകത്തിലാകമാനം, ഞാൻ പേര് പറയുന്നില്ല, ഓരോരോ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, സ്വാതന്ത്ര്യമില്ല, അതുമില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയാകുമ്പോൾ നിലനിർത്തിയില്ല. നമ്മുടെ സോവറിജിൻ ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഫെഡറൽ സിസ്റ്റമാണ്, വളരെ സ്ട്രോങ് ഗവൺമെന്റ് ആണ്. ഫോർച്യുനേറ്റ്ലി നമ്മുടെ എല്ലാ ഭരണാധികാരികളും, പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല നല്ല വളരെ കഴിവുള്ള ആളുകളായിരുന്നു. അതെ, പക്ഷേ ഇന്ന് നമ്മൾ പലതും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ പല കാര്യങ്ങളാണ്. അതാണ്. അപ്പൊ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞ പല കാര്യങ്ങളാണ് ഇന്ന് ഗവൺമെന്റ് പലതും ഇംപ്ലിമെന്റ് ചെയ്ത് പല സ്ഥലത്തും. അപ്പൊ അദ്ദേഹത്തിന്റെ ഹീസ് ഐഡിയ ഓഫ് ദിസ് സ്ട്രോങ് സ്റ്റേറ്റ്, സ്ട്രോങ് റൂളർ, ഭരണാധികാരി അതെ വളരെ സ്ട്രോങ് ആവണം. അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ പവർ ഉണ്ടായാൽ പോരാ, ആ പവർ എക്സസൈസ് ചെയ്യാൻ അറിയണം. അതാണ് സ്ട്രോങ് റൂളർ. പലർക്കും പല എന്താ പറയേണ്ടത് അധികാരങ്ങളുണ്ട്, പക്ഷെ അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യണേ എന്ന് ചിലവർക്ക് അറിയാം. അപ്പൊ സ്ട്രോങ് ഗവൺമെന്റും വേണം, പിന്നെ അതേമാതിരി റൂളറും പ്രോപ്പറായിട്ട് വേണം. സോ ഹി പ്രിസ്ക്രൈബ്ഡ്, ഓക്കെ, സോ ഈ number of strong number of this thing perquisites, physical, social, political, cultural, moral, administrative things. അർത്ഥശാസ്ത്ര കണ്ടെയ്നറിൽ, അതായത് അർത്ഥശാസ്ത്ര പുസ്തകം ഉണ്ടല്ലോ, 6000 സൂത്ര, അതിൽ കണ്ടൻസ് ആണ് പറയുന്നത്, 6000-ഓളം സൂത്രാസ്. അതേ പ്രകാരം 15 ബുക്കാണ് അർത്ഥശാസ്ത്ര. ഓരോരോ ബുക്കും ഓരോരോ കാര്യത്തിനെ പറ്റിയിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പറയാം അത് പിന്നീട്. 150 ചാപ്റ്റർ ഉണ്ട് അർത്ഥശാസ്ത്രത്തിൽ. 150 ചാപ്റ്റർ, 15 ബുക്ക്, 150 സെക്ഷൻസ്. മനസ്സിലായോ? പെർട്ടൈൻ ടു ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ്, pertains to economics, pertain to economic, foreign policy, defense, war and warfare, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക. ഈ അർത്ഥശാസ്ത്ര കണ്ടെയ്ൻ നിയർലി 6000 സൂത്രാസ്, ഡിവൈഡഡ് ഇൻ ടു 15 ബുക്സ്, 150 ചാപ്റ്റേഴ്സ്, ഓക്കെ, then and 180 സെക്ഷൻസ്. അപ്പോൾ അത് നമ്മുടെ ഗവേണൻസ്, ഭരണത്തിനെ പറ്റിയിട്ടും മാനേജ്മെന്റിനെ പറ്റിയും സാമ്പത്തിക ഇതിനെ പറ്റിയിട്ടും ഫോറിൻ പോളിസി അതിനെ പറ്റിയിട്ടും രാജ്യരക്ഷ അതിനെ പറ്റിയിട്ടും യുദ്ധം ചെയ്യുന്ന വിധം, സ്ട്രാറ്റജി, അതിനു വേണ്ട എക്യുപ്മെന്റ്സ്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ് കൗടില്യയുടെ അർത്ഥശാസ്ത്രം പറയുന്നത്. എന്താണ് അറിയോ? ഭരണം, രാജാവിന്റെ അടുത്താണ് മുഴുവൻ പവർ. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും പലർക്കും ഡെലിഗേറ്റ് ചെയ്യില്ല. അപ്പോ പവർഫുൾ ഒരു അഡ്വപ്പറ്റ് നെപ്പോളിയൻ, ഹിറ്റ്ലർ, ഇതേമാതിരി ആളുകൾ അറിയാലോ. അതായത് എല്ലാ അധികാരങ്ങളും അവരുടെ കയ്യിലായിരുന്നു. ഓക്കെ, അപ്പോ പവർഫുൾ പേഴ്സണാണ്, സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, എല്ലാം മുകളെന്ന് പറയുന്ന സാങ്ഷൻ. ഓക്കെ, അപ്പൊ അതേമാതിരി കൗടില്യ എൻ്റെ അർത്ഥശാസ്ത്ര ഏകദേശം ഞാൻ പറഞ്ഞു. അതായത് സ്റ്റേറ്റ് ക്രാഫ്റ്റ്, അതായത് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ പീസാണ്.
നോക്കൂ, നമ്മുടെ ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ, ഇതേമാതിരി അതിൽ പല തത്വങ്ങളും ഉണ്ട് അല്ലേ? അതേ പ്രകാരം അർത്ഥശാസ്ത്ര ഒരു റിയലി മാസ്റ്റർ പീസാണ്. അതിൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, എങ്ങനെ ഭരണം നടത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ദി ഗ്രേറ്റ്നെസ് ഓഫ് കൗട്ടില്യ ഹാസ് ബീൻ കിങ്, അതായത് അദ്ദേഹത്തിന്റെ എന്താണെന്ന് വെച്ചാൽ ഹി ഒബ്സർവ്ഡ് യുനോ ബൈ മെനി സ്കോളേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അർത്ഥശാസ്ത്ര സോ അപ്ലിക്കബിൾ ഈവൻ ടുഡേ. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നു, വളരെ റിലവൻ്റ് ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കൗട്ടില്യ, മൗര്യ സാമ്രാജ്യ ആ ടൈമിലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യങ്ങളാണ്. നമ്മുടെ വാർ സ്ട്രാറ്റജി, ഭരണാധികാര, സ്ട്രോങ് ഗവൺമെന്റ്, സ്ട്രോങ് സെന്റർ, സ്ട്രോങ് റൂളർ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ നോക്കൂ, നമ്മുടെ റൂളർ സ്ട്രോങ് അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമുക്കറിയാലോ, പല രാജ്യങ്ങളും ഞാൻ പേര് പറയുന്നില്ല, ഓരോ രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്. പക്ഷേ ഇന്ത്യയുടെ നോക്കൂ എത്ര പവർഫുൾ ആണ്. അങ്ങനെ ഇന്ത്യമാതിരി പല പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ മുകളിൽ വേണം കീപ്പിട്ട്, അതായത് മുകളിൽ സ്ട്രോങ് ആണെച്ചാൽ താഴെയും സ്ട്രോങ് ആയിരിക്കും. മുകളിൽ സ്ട്രോങ് അല്ലെങ്കിൽ അനാർക്കി കംപ്ലീറ്റ്. നമ്മുടെ സോമാലിയ, അതേമാതിരിയുള്ള പല 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 രാജ്യങ്ങൾ വളരെ സ്ട്രോങ്, ചില സമയത്തല്ല, ചില സമയത്ത് അതേമാതിരിയല്ല ഫോർച്ചുനേറ്റ്ലി ഇന്ത്യ. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്ത്യയെ പറ്റിയിട്ടല്ല പറയുന്നത്. പൊതുവെ എങ്ങനെ ആയിരിക്കണം ഒരു രാജാവ്, എങ്ങനെയായിരിക്കണം ഭരണം, എങ്ങനെയായിരിക്കണം ജനങ്ങള്, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതായത് രാജാവാണെച്ചാലും ശരി, എല്ലാം അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് കുറെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ജയില്, പട്ടാളക്കാര് ഒരു ഡിപ്പാർട്ട്മെന്റാണ്, പല 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 ഇപ്പം നീതി പിരിക്കല് ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റലൈസേഷനും ഈ വാഴ്ചയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണൻസ് ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എവോൾവ്സ് ആൻഡ് എസ്റ്റാബ്ലിഷസ് ഇൻ അർത്ഥശാസ്ത്ര were followed by rulers of India like Ashoka and Shivaji, ഛത്രപതി ശിവാജി മഹാരാജ്. നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എത്രയോ ഇന്ത്യയിൽ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷേ അക്ബറിന് അക്ബർ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. അശോക ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. എന്താ മറ്റുള്ളവരെ ഗ്രേറ്റ് എന്ന് പറയാത്തത്? അവരുടെ ഭരണത്തിലുള്ള ജനങ്ങളെ കൂട്ടുപിടിച്ച്, ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ്, രാത്രി അവര് വേഷം മാറി ജനങ്ങളോട് അവരുടെ എന്താണ് ഗ്രീവൻസസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുറത്ത് നടന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, അതേമാതിരി നല്ല 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 കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പിന്നീട് അവർ മഹാന്മാരായി. അതുകൊണ്ടാണ് അക്ബർ ദ ഗ്രേറ്റ്, അശോക ദി ഗ്രേറ്റ്. അപ്പൊ എത്രയോ രാജാക്കന്മാർ അവരെന്താ ഗ്രേറ്റ് ആവാൻ ചെയ്ത്? അപ്പൊ അവർക്ക് അവരുടേതായ ചില റെക്കോർഡ് ഉണ്ടാവും, ഇവർക്ക് ഇവരുടേതായ സൽഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ പ്രധാന കാരണം. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കണം? അഡ്മിനിസ്ട്രേഷൻ ഒന്ന്, ഡിവിഷൻ ഓഫ് വർക്ക്. നോക്കൂ, നമ്മളെ ഇപ്പോൾ നോക്കിക്കോളൂ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ കാര്യത്തിൽ തന്നെ വിചാരിക്കുക. അതായത് ഓരോരോ കാര്യത്തിനും പട്ടാളം, കുതിരകള്, ആനകള്, അതേമാതിരി പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, തേര്, അതേമാതിരി ഭടന്മാര്, പല ഇതിലുണ്ടല്ലോ, ഓരോ വിഭാഗങ്ങൾ, ഓരോരോ അതൊക്കെ. ഓക്കെ, അപ്പൊ മന്ത്രി ഉണ്ട്, അതേമാതിരി അവരുടെ ആ ഡിവിഷൻ ഓരോരുത്തരും ചെയ്യേണ്ട കടമ. ബസ്, ദാറ്റ്സ് ഓൾ. പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യുക, കുതിരയെ നോക്കുന്ന ആൾക്ക് കുതിരയെ നോക്കുക, ആനയെ നോക്കുന്ന ആൾക്ക് ആന. ഇതൊക്കെ അന്നത്തെ ഡിവിഷൻ ഓഫ് വർക്കാണ് പണ്ടത്തെ. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ പണ്ടത്തെ പറയണ അറിയുക? നിങ്ങൾ വിചാരിക്കരുത് എന്തിനാ ഇപ്പോഴത്തെ കാര്യം പറയാം. പണ്ടത്തെ കാര്യം പറഞ്ഞാലല്ലേ ഇന്നത്തെ കാര്യം പറയാൻ പറ്റൂ. എങ്ങനെ നമ്മള് ആ നിലയിൽ നിന്ന് ഈ നിലയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. മനസ്സിലായി? ചരിത്രമാണത് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ചരിത്രം അറിഞ്ഞാലല്ലേ? ചരിത്രം അറിയണം. പ്രത്യേകിച്ച് ഇന്ത്യ 5000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ സംസ്കാരമാണ്. മനസ്സിലായില്ലേ ഇന്ത്യ? അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ഇന്ത്യ അതും കൂടി അറിയണ്ടേ? എത്രയോ രാജാക്കന്മാർ ഭരിച്ചിരുന്നു, പല പല സാമ്രാജ്യങ്ങളും, അങ്ങനെ ബ്രിട്ടീഷുകാരും മറ്റവരൊക്കെ. അപ്പൊ ഓരോരോ കാര്യം നല്ലതും ചീത്തതുണ്ട്. അപ്പൊ അതിലത്തെ ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നോ, ഹൈറാർക്കി പറഞ്ഞ അധികാര ശ്രേണി. ഈ ഹൈറാർക്കി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതിനു മുമ്പേ അധികാര ശ്രേണി നോക്കൂ. ഇവിടെ
നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ കലക്ടർ ഉണ്ട്, നമ്മുടെ ചീഫ് സെക്രട്ടറി ഉണ്ട്. നോക്കുള്ളൂ, ഹൈറാർക്കി നോക്കുള്ളൂ. കലക്ടർ, ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യണം. ചീഫ് സെക്രട്ടറി പലരും അതിൻ്റെ ഇടയിൽ പലരും ഉണ്ട്, പോട്ടെ, അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നോക്കുള്ളൂ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നു, ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നു, ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, അങ്ങനെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പോകുന്നു, ഗവർണർ, അങ്ങനെ അതേമാതിരി സെൻട്രലും പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അങ്ങനെ. ഇപ്പൊ നോക്കൂ, നമ്മൾ പട്ടാളം നോക്കൂ, സോൾജർ മുതൽക്ക് അങ്ങോട്ട് നോക്കിക്കോളൂ. ലെഫ്റ്റനന്റ് കേണല്, ബ്രിഗേഡിയർ, അതേമാതിരി പിന്നെ മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ, ഫീൽഡ് മാർഷൽ, ഒക്കെ പോകുന്നില്ലേ, കണ്ടില്ലേ? അതേമാതിരി ഓരോരോ വിധത്തിൽ ഹൈറാർക്കിയാണത്. പിന്നെ പോലീസ് എടുത്ത് നോക്കൂ, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ നോക്കിക്കോളൂ, ഇൻസ്പെക്ടർ, CI, അതേമാതിരി DSP, SP, നോക്കൂ, ഹൈറാർക്കി ഉണ്ടോ, മേപ്പെട്ട് പോകുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് DIG, IG, ADGP, അങ്ങനെ DGP, അങ്ങനെ പോകുന്ന പരിപാടി. മനസ്സിലായില്ലേ? ഇതാണ് ഹൈറാർക്കി. മനസ്സിലായില്ലേ? അതായത് അധികാര കേന്ദ്രം. ഇനി വേറൊരു കാര്യം, പണ്ട് ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കൗട്ടില്യയുടെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയണം ചില വേർഡുകൾ. ഇത് ഇന്ന് സുപരിചിതമല്ല. നമ്മൾ കൗടില്യയുടെ അർത്ഥശാസ്ത്രമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതാ, അതായത് അധ്യക്ഷ, ചില ഇതാണ് അവര് ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുകയാണ് ചിലവർക്ക്. പണ്ടത്തെ രാജാക്കന്മാരും ഈ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞതാണ്, ഈ പുസ്തകത്തിൽ പറഞ്ഞതാണത്. ഇതെന്താണത്? അധ്യക്ഷ എന്ന് പറഞ്ഞ സൂപ്പറിൻറ്റൻഡന്റ്. അടുത്തത് അമത്യ പറഞ്ഞാൽ മന്ത്രി. നിങ്ങള് പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അടുത്തത് ബന്ധനാഗ അധ്യക്ഷ, സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ജയിൽസ്. ദെൻ ധർമ്മ, എത്തിക്സ് ആൻഡ് ഡ്യൂട്ടി. ധർമ്മ, എത്തിക്സ് ആൻഡ് ഡ്യൂട്ടി. ദെൻ ഖനാധ്യക്ഷ, സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് മൈൻസ്, മൈൻ. ഓക്കെ. പിന്നെ കോഷാധ്യക്ഷ, അതായത് ട്രഷറിയുടെ ഇൻചാർജ്. പണ്ടത്തെ ഹിന്ദിയിലും ഒക്കെയാണ് പറയുന്നത് ട്രഷറിയുടെ ഇൻചാർജ്. നമ്മളിപ്പോൾ ട്രഷറി ഓഫീസർ അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രി അതൊക്കെ പറയുന്നില്ലേ, അതേപോലെ പണ്ടത്തെ കാര്യം പറഞ്ഞത്. കോഷാധ്യക്ഷ, അതായത് അത് ട്രഷറി. മറ്റേ മഹാമത്യ പറഞ്ഞ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. ഓക്കെ, മഹാമത്യ. പിന്നെ ന്യായ, ജസ്റ്റിസ്. ഓക്കെ. പിന്നെ സംഹർത്ത, കലക്ടർ ജനറൽ. അടുത്തത് സമനിദാത്ത, ട്രഷറർ ജനറൽ. അതായത് ഓരോരോ ലെവലത്തെ കാര്യമാണ് പറയുന്നത്, ഓരോരോ വർക്ക് അലോക്കേഷനാണ് പറയുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റൈസേഷനാണ് പറയുന്നത് കേട്ടോ. പിന്നെ സ്ഥാനിക, ഡിസ്ട്രിക്ട് സൂപ്പറിൻറ്റൻഡന്റ്, DSP ഒക്കെ ഇല്ലേ, അതാണത്. അപ്പൊ അധ്യക്ഷ പറഞ്ഞ സൂപ്പറിൻറ്റൻഡന്റ്, അമത്യ പറഞ്ഞ മന്ത്രി, ബന്ധനാധ്യക്ഷ പറഞ്ഞ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ജയിൽസ്, ധർമ്മ പറഞ്ഞ എത്തിക്സ് ആൻഡ് ഡ്യൂട്ടി, ഖനാധ്യക്ഷ പറഞ്ഞ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് മൈൻസ്, കോഷാധ്യക്ഷ പറഞ്ഞ ട്രഷറിയുടെ ഇൻചാർജ്, മഹാമത്യ പ്രധാനമന്ത്രി. ഓക്കെ. ന്യായ പറഞ്ഞ ജസ്റ്റിസ്, സംഹർത്ത എന്ന് പറഞ്ഞ കലക്ടർ ജനറൽ. ഓക്കെ. സംഹിത, നിങ്ങളുടെ ബുക്കിലുള്ളതാണ് അതൊക്കെ കേട്ടോ, അല്ലാണ്ട് എന്റെ വക യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല, ഇതില് ബുക്കിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ സമാനിധത്ത പറഞ്ഞ ട്രഷറി ജനറൽ. ദെൻ സ്ഥാനിക പറഞ്ഞ ഡിസ്ട്രിക്ട് സൂപ്പറിൻറ്റൻഡന്റ്. അപ്പൊ അത് ഒന്ന് ഹൈറാർക്കിയെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇനി യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയോ? അയാളൊരു ഓർഡർ ചെയ്തു, ഇയാളൊരു ഓർഡർ ചെയ്തു ഇരിക്കുക, അത് പ്രശ്നമായിരിക്കും. ആരുടെ സ്വീകരിക്കണം? അപ്പൊ നമ്മളെ ഒരാൾക്ക് ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത് കമ്പനിയിലേക്ക്. അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് ഒരു ഓർഡർ തരും, ഇയാൾ ഇങ്ങോട്ട് ഏത് ഓർഡർ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോ അതാണ് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ അധികാരം. നിങ്ങൾ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, നിങ്ങൾ ഒരാളെ നമുക്ക് ഒരാളുടെ കീഴിൽ എത്ര ആൾ ജോലി ചെയ്യാമെന്നും കൂടി ഉണ്ട്. അതേമാതിരി നമ്മളെ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും കൂടി അറിയണം. എന്നാലേ നമ്മളെ, അല്ലെങ്കിൽ ഇവര് പറഞ്ഞാലും നമ്മൾ കേൾക്കേണ്ടില്ല. അപ്പൊ ഒരു കമ്പനി ഓർഗനൈസേഷൻ ഓടിക്കണം എന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് കമാൻഡ് വേണം. അതായത് ഡയറക്ഷൻ ഫ്രം വൺ പേഴ്സൺ,
ആർമിയിൽ നോക്കൂ, ഇപ്പം നമ്മുടെ കമാൻഡർ അയാൾ ഓർഡർ ചെയ്താലേ ഇവര് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഇതൊക്കെ ചെയ്യുന്നത്. നേരെ വെച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യോ? ചെയ്യില്ല. അവരുടെ കമാൻഡന്റ് പറഞ്ഞാൽ അവർ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണേ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓർഡർ ഇല്ലാതെ ചെയ്യില്ല ജവാന്മാര്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് പറയണത്. 1989 ഞാൻ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷനിലെ ISRO ചണ്ഡീഗഡ്, അവിടെ ഒരു ഫയർ ഉണ്ടായി. പെട്ടെന്ന് ഒരാള് എന്തോ സിഗരറ്റ് വെച്ചു, ബീഡി വെച്ചിട്ടോ ഗ്യാസ് പ്ലാന്റിലും തൊട്ടു, പെട്ടെന്ന് അറിയാതെ പെട്ടെന്ന് തീ പിടിച്ചു. 4 പുറം വെള്ളമുണ്ട്, ഫൗണ്ടൻ. ഫയർ എഞ്ചിൻ അവിടെ ഉണ്ട്. ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ യൂണിറ്റി ഓഫ് കമാൻഡ്. CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ജവാന്മാരുണ്ട്, ഫയർ ബ്രിഗേഡ് ഉണ്ട്, കൊള്ളണ്ട 4 പേരും നമ്മുടെ ഇതുണ്ട്, വെള്ളം. പക്ഷേ ആ വെള്ളം ഇതൊന്നും പമ്പ് ഓൺ ചെയ്തില്ല. കാരണം ഡെപ്യൂട്ടി കമാൻഡന്റ് അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. അയാളുടെ ഓർഡർ ഇല്ലാണ്ട് വെഹിക്കിൾ മൂവ് ചെയ്യാൻ പാടില്ല, യാതൊന്നും. കാരണം ആരെങ്കിലും ജവാന്മാർ അവരുടെ ഇൻഫർമേഷൻ ഇല്ലാണ്ട് തീ കെടുത്താൻ പോയി മരണപ്പെടുക എന്തെങ്കിലും ചെയ്യുകയാണ് വിചാരിക്കുക, ഹീസ് ആൾസോ റെസ്പോൺസിബിൾ നോ. പക്ഷെ അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഓർഡർ കിട്ടുമ്പോഴേക്ക് അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച്, അന്ന് നമ്മുടെ മൊബൈലൊക്കെ വളരെ കമ്മിയാണ്, അന്ന് ഇല്ല, മറ്റേ ട്രങ്കോളം മറ്റേതൊക്കെ ചെയ്യണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴേക്കും അയാളുടെ ഓർഡർ കിട്ടുമ്പോഴേക്കും ഇവിടെ കത്തേണ്ടതെല്ലാം കത്തി. ഇതെന്ന് എന്താ മനസ്സിലാവണ? കമാൻഡ്. കാരണം അവർക്ക് ഓർഡർ സ്വീകരിച്ചേ പറ്റൂ. എന്തിന്, എപ്പോ, എങ്ങനെ എന്ന് ചോദിക്കരുത്. എക്സിക്യൂട്ട്. ഓർഡർ പറഞ്ഞാൽ എക്സിക്യൂഷൻ ആണ്. അതാണ് രാജാവ്. രാജാവിന്റെ ഓർഡർ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തലയും വെട്ടും. മനസ്സിലായില്ലേ? അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരണം. നോക്കൂ, നമ്മുടെ ഇന്ത്യയില് ആർമി, നേവി, എയർഫോഴ്സ് കേന്ദ്രീകരണമാണ്. റെയിൽവേ കേന്ദ്രീകരണമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മിന്റ് കേന്ദ്രീകരണം, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. അത് മറ്റുള്ളവർ കൊടുക്കില്ല, കാരണം കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ പോളിസി. ഇപ്പോൾ 96, ഞാൻ അതും ഇതും കൂടിയാണ് പറയുന്നത് കേട്ടോ, പണ്ടത്തെ ഇപ്പോഴത്തെയും കൂടി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെൻട്രലൈസേഷൻ പറഞ്ഞാൽ പവർ എല്ലാം സെൻട്രൽ. അതെ, രാജാവ്, ആ രാജാവിന്റെ കീഴിലല്ലേ എല്ലാ പവറും. മനസ്സിലായില്ലേ? ഓരോ രാജാക്കന്മാരെ. പക്ഷേ ഇന്നത്തെ രാജാക്കന്മാർക്ക് പവർ ഇല്ല കേട്ടോ. അതും കൂടി ഞാൻ പറഞ്ഞേക്കേ. അതായത് ഉദാഹരണം പറയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ബ്രിട്ടീഷ് രാജ്ഞി അല്ലേ, ഏറ്റവും പുരാതന, വളരെയധികം പ്രസിദ്ധ അയാളുടെ നമ്മുടെ എലിസബത്ത്. അവര് നോമിനൽ ഹെഡ് മാത്രമാണ്, അവിടെ പ്രധാനമന്ത്രിയാണ്. മനസ്സിലായില്ലേ? അതേമാതിരി ജപ്പാനിലെ ചക്രവർത്തി ഉണ്ട്, പക്ഷെ അത് വെറും സിംബോളിക് ഇതാണ് അവിടെ. അപ്പൊ ചില രാജാക്കന്മാർക്ക് പവർ ഇല്ല, രാജാവാണ്. പക്ഷേ ചില രാജാക്കന്മാർക്ക് പവർ ഉണ്ട്. സൗദി അറേബ്യ, അതേമാതിരി ഇറാൻ, അതേമാതിരി പല പല രാജ്യങ്ങൾക്ക് അവർക്ക് അവരുടേതായ പവർ ഉണ്ട്. അതേമാതിരി ഇപ്പൊ യു ടേക്ക് ദ എക്സാമ്പിൾ, നോട്ട് ഓൺലി രാജാക്കന്മാര്, നമ്മുടെ നോർത്ത് കൊറിയ, അതേമാതിരിയുള്ള പല, അവര് പറയുന്നത് ദെൻ യു കനോട്ട് ക്വസ്റ്റ്യൻ. അപ്പൊ അത്തരത്തിലുള്ള ഭരണാധികാരികളും ഉണ്ട്. ഇതൊക്കെ ഇതൊന്ന് മനസ്സിലാക്കാം, കാരണം അർത്ഥശാസ്ത്രം എന്ന് വരുന്ന ഓരോ തത്വങ്ങളാണ്. നൗ അടുത്തത് പ്രസിഡൻസ് ഓഫ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓവർ, അതായത് പിന്നെ മുൻഗണന, അതായത് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓവർ ഇൻഡിവിജ്വൽ. നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ നമ്മളാണ് ഏറ്റവും വലുത്, നമ്മളില്ലെങ്കിൽ കമ്പനി ഓടില്ല എന്ന് വിചാരിക്കരുതേ. ഓർഗനൈസേഷൻ ഈസ് സുപ്രീം ദാൻ ഇൻഡിവിജ്വൽ. നിങ്ങൾ ഉണ്ടാവുന്ന നാളെ ഉണ്ടാവില്ല, ഓർഗനൈസേഷൻ ഇന്ന് നിലനിൽക്കും. അപ്പോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ പ്രസിഡൻസ് ഓഫ് ആദ്യം ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ പറയാം. പിന്നെ യെസ്, ലോയൽറ്റി ടു കിങ്. ഒരു രാജാവാണ് വെച്ചാൽ ലോയൽറ്റി കാണിച്ചിട്ടില്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കില്ല, ലോയൽറ്റി ഇല്ല എങ്കിൽ. മനസ്സിലായില്ലേ? അതെ ആണ്. അപ്പൊ ലോയൽറ്റി ടു കിങ് ആൻഡ് കിങ്ഡം, രാജഭരണത്തിന് നമ്മൾ റെസ്പെക്ട്. യു കൻ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഗൾഫ് കൺട്രീസ് ആൻഡ് അതർ തിങ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കണ്ടീഷൻ ഓഫ് എനി വൺ, അത് സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ ഭരിക്കണോ എല്ലാം, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമില്ല. അതാണ് ഒരു കാര്യം.
പിന്നെ വേറൊരു കാര്യം, കിങ് രാജാക്കന്മാരെ നോക്കിക്കോളൂ, ഇതിൽ നല്ല തത്വങ്ങളും ചെറിയ ദുഷിച്ച ചില ഇതും കൂടി രണ്ടും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് കൗടില്യയുടെ ബ്യൂട്ടിഫുൾ അർത്ഥശാസ്ത്ര. എത്ര സമർത്ഥനായ ഒരാളായിരുന്നു, ഉപദേശകനായിരുന്നു എന്ന് മനസ്സിലാക്കിയുള്ളൂ. നോക്കിക്കോളൂ ഒരു സംഭവം, അതായത് ഒരു രാജാവ് എന്ന ധർമ്മം പാലിക്കണം. അദ്ദേഹത്തിന്റെ ബുക്കിലുള്ളതാണ്. പീപ്പിൾ ഹാഡ് എ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദ കിങ്. രാജാവ് തെറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കണം. അതാണ് രാജാവ്. അതുകൊണ്ടാണല്ലോ അശോക ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ അക്ബർ ദി ഗ്രേറ്റ് ഞാൻ പറഞ്ഞില്ലേ. മറ്റുള്ള രാജാക്കന്മാരെ എന്തുകൊണ്ട് ഗ്രേറ്റ് ആയില്ല എന്ന് പറഞ്ഞതൊക്കെ, തെറ്റുകൾ രാജാക്കന്മാര് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ചുമ്മാ ആരെങ്കിലും പറഞ്ഞിട്ട് ചില ആളുകൾ വന്ന് ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതുമാതിരി നമ്മൾ പെട്ടെന്ന് നമ്മളെ ആക്ഷൻ എടുക്കരുത്. കാരണം അത് അറിഞ്ഞിട്ട് വേണം, നമ്മളെ അതിന്റെ റെപ്പർക്യൂഷൻ അറിഞ്ഞിട്ട് വേണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, മറ്റേ കോവിലെ ഇതിന്റെ നമ്മുടെ കണ്ണകി കോവലൻ അവരുടെ കഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് കിങ് ആരാണ് കട്ട്, അതേമാതിരി അദ്ദേഹത്തിനെ വധിക്കുകയാണ് ചെയ്ത്. അതിനുശേഷം രാജാവിനും അറിഞ്ഞു രാജാവ് അയാൾ നിരപരാധിയായിരുന്നു, പക്ഷെ അയാളെ കൊന്നിട്ടുണ്ടായിരുന്നു അതിനകം. അപ്പൊ അങ്ങനെ രാജാക്കന്മാര് എപ്പോഴും ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ധർമ്മം പരിപാലിക്കണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, കിങ് ടു പനിഷ് ദ പീപ്പിൾ ഇൻ വയലേഷൻ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്. രാജ്യത്ത് ഭരണത്തിന് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും പ്രവർത്തിച്ച് പനിഷ് ചെയ്യണം. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അത് അതിനായിട്ട് സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ആൻഡ് കംപ്ലയൻസ് ഓഫ് ദ ഓർഡേഴ്സ്. അതാണ് ഇവിടെ പറയുന്നത് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്താ പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ആൻഡ് കംപ്ലയൻസ് ഓഫ് ദ ഓർഡേഴ്സ് ആൻഡ് റൂൾസ് ഇഷ്യൂഡ് ബൈ ദ കിങ്. രാജാക്കന്മാർ എന്തു പറഞ്ഞു അത് അംഗീകരിക്കണം സ്ട്രിക്റ്റ് ആയിട്ട്. എന്തിനെ ഏതിനെന്ന് ചോദിക്കരുത്, വൈ എന്ന് ചോദിക്കരുത്, ഡു ഇറ്റ്. അതാണ് രാജാക്കന്മാരുടെ ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ആണ് ഇപ്പോഴും ഉണ്ടല്ലോ. എന്തിനാ പണ്ടത്തെ രാജാക്കന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് നമ്മൾ ഒരു രാജ്യത്തിനെ പറ്റിയിട്ടല്ലേ ഓരോ രാജ്യത്തിന്റെ ഓരോ പ്രത്യേക. ടേക്ക് ദി എക്സാമ്പിൾ ഒരു നോർത്ത് കൊറിയ. സപ്പോസ് ഇഫ് യു ടെൽ സംതിങ് എനിബഡി ക്യാൻ ക്വസ്റ്റ്യൻ. ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ദെൻ യു വിൽ കം ടു നോ ലേറ്റർ ഓൺ. ഓക്കെ, ദെൻ അടുത്തത് വേറൊരു കാര്യം, സ്ട്രിക്റ്റ് ഒബ്സർവൻസ് ആൻഡ് കംപ്ലയൻസ് ഓഫ് ഓർഡേഴ്സ്. ഞാൻ പറഞ്ഞു എന്താ യോഗക്ഷേമ. യോഗക്ഷേമ എന്ന് പറഞ്ഞാൽ യോഗ സക്സസ്ഫുൾ അക്കംപ്ലിഷ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റീവ്. നിങ്ങൾ ഉദ്ദേശിച്ചത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് യോഗ. ഓക്കെ, ഒബ്ജക്റ്റീവ് നമ്മുടെ അക്കംപ്ലിഷ്മെന്റ് ആണ് യോഗ. ക്ഷേമ പറഞ്ഞ പീസ്ഫുൾ എൻജോയ്മെന്റ് ഓഫ് പ്രോസ്പെരിറ്റി. മനസ്സിലായില്ലേ? എൻജോയ്മെന്റ് ഓഫ് പീസ്ഫുൾ എൻജോയ്മെന്റ് ഓഫ്, അതാണ് ക്ഷേമ, യോഗക്ഷേമ. അതുകൊണ്ടായിരുന്നു പണ്ട്. ഓക്കെ, രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു ഇതെല്ലാം. നല്ല കാര്യങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ, കടിഞ്ഞാണില്ലാത്ത കുതിര. ഓക്കെ, അതേമാതിരി നമ്മളെ ഡിസിപ്ലിൻ ഇല്ല എന്നെങ്കിൽ കടിഞ്ഞാണില്ലാത്ത കുതിരയുമാതിരിയാവുന്ന അർത്ഥം. സെൽഫ് ഡിസിപ്ലിൻ ഈസ് വെരി വെരി വൈറ്റൽ. നമ്മൾ എവിടെ പോയാലും, കമ്പനി ജോലി ചെയ്താലും എവിടെ പോയാലും സെൽഫായിട്ടുള്ള ഡിസിപ്ലിൻ വേണം. അതാണ് ഇവിടെ പറയുന്നത്, അവിടെയും വേണം. അതാണ് പറയുന്നത്. ഈ കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിലും പറയുന്നത് യെസ് ഡിസിപ്ലിനെ പറ്റി. ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ എവിടെയാണ് നിങ്ങൾ എത്തുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവില്ല. അത് അതിനാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഡയറക്ഷൻ, സംവിധാനം. ഈ ഡയറക്ഷൻ പറഞ്ഞ എന്താണ് അറിയോ? ഞാൻ പണ്ടത്തെ ഇപ്പോഴത്തെയും കൂടിയാണ് പറയുന്നത് കേട്ടോ. പണ്ടത്തെ എനിക്ക് ഇപ്പോഴത്തെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കമ്പാരിസൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലവരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്, ഇത് അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ കൗടില്യയുടെ അർത്ഥശാസ്ത്രം അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്, ഗവേണൻസിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതും ഇതും. ഇത് പറയേണ്ട ആവശ്യമില്ല എനിക്ക്, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് താരതമ്യ പഠനം നടത്തൂ. അതായത് ഈ നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ ചിലവരൊക്കെ കുറച്ച് ഗൈഡൻസ്, ലിറ്റിൽ ഗൈഡൻസ് വേണം. ചിലവർക്ക് ഗൈഡൻസേ ആവശ്യമില്ല. ചിലവർക്ക് ഗൈഡൻസ് ഇല്ലാണ്ട് ജോലി ചെയ്യാനേ പറ്റില്ല. എങ്ങനെയുണ്ട്? സം പീപ്പിൾ ക്യാൻ വർക്ക് വിത്ത് ലിറ്റിൽ ഗൈഡൻസ്. Some people can work without guidance. Some people cannot work without guidance. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം? ഡയറക്ഷൻ.
എന്ത് ചെയ്യണം അവിടുന്ന് ഡയറക്റ്റ് ചെയ്യും. ഓരോരുത്തർ നിങ്ങൾക്ക് അറിയാലോ, ഓരോരോ എന്ത് ഇപ്പം നികുതി പിരിക്കണം, യെസ് അവിടുന്ന് ഓർഡർ വരും, അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഗവൺമെന്റിന്റെ ഒക്കെ പല വിധത്തിലുണ്ടല്ലോ പുരോഗതി. അതേമാതിരി പണ്ടും ഉണ്ടായിരുന്നു ഇതേമാതിരിയുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ. അതാണ് ഡയറക്ഷൻ. പിന്നെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ ഡയറക്ഷൻ വരുന്ന സമയത്ത് ഓരോ പ്രഭു അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടനിൽ നിന്നൊക്കെ ആയിരിക്കും പല പല കാര്യങ്ങളും വരുന്നത്. പക്ഷെ ഇവിടെയുണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവ്സ്, ഇവിടെ ഉണ്ടായിരുന്നു വൈസ്രോയും അതും ഇതും ഒക്കെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരണം നടത്തിയിരുന്നത്. ഇനി ലീഡർഷിപ്പ് പറഞ്ഞ നേതൃത്വം, ലീഡർഷിപ്പ് അത് ഞാൻ ആൾറെഡി പറഞ്ഞു. കിങ്ങിന്റെ അതിനെ പറ്റിയിട്ട് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവരുടെ എല്ലാ രാജാക്കന്മാരും എത്രയോ നല്ല നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. ചില രാജാക്കന്മാര് വളരെ ഡിക്റ്റേറ്ററായിരുന്നു. നമ്മുടെ നെപ്പോളിയനും അതേമാതിരിയുള്ള പല ഭരണാധികാരിയും പണ്ടത്തെ അത്ര നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല, വളരെ വിരളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാലോ ഔറംഗസീബ് അതേമാതിരിയുള്ള പലരും, പക്ഷെ നല്ലവരും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ലീഡർഷിപ്പ്. രണ്ട് വിധമുണ്ട്. രണ്ട് മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന് ഡെമോക്രാറ്റിക്, രണ്ട് ഇന്ത്യയിൽ പറഞ്ഞ ചൽത്തിക്കാനാ എന്തോ നടക്കുമ്പോൾ നടക്കട്ടെ ചൽത്താഹേ എന്നുള്ള അങ്ങനെ ചിലവരുണ്ട്. എങ്ങനെ ഇത് നടക്കട്ടെ അങ്ങനെ ചിലവരുണ്ട്. പക്ഷെ ചിലവര് ഓട്ടോക്രാറ്റിക്, ചെയ്യണം, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്തോളണം, അങ്ങനെയുണ്ട് ഭരണാധികാരികൾ. ഇന്നുണ്ട്, അന്നുണ്ട്. അടുത്തത് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. പിന്നെ ഫോളോ അപ്പ് വർക്ക് വേണം. അതായത് സൂപ്പർവിഷൻ ഇല്ലാതെ, കൺട്രോൾ ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാം. ചില സമയത്ത് അവര് ജോലി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. യു ഹാവ് ടു സൂപ്പർവൈസ്, യു ഹാവ് ടു മോണിറ്റർ, ഓക്കെ, ആൻഡ് യു ഹാവ് ടു കൺട്രോൾ. Control is the last function of administration. Planning is the primary thing. Control is the last. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കൺട്രോൾ വന്നപ്പോൾ പറഞ്ഞു മാത്രം. കൺട്രോൾ ഈസ് വെരി വെരി എസെൻഷ്യൽ. നോ, വാല്യൂ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് മൂല്യം അടിസ്ഥാനമാക്കിയുള്ളത്. വാല്യൂ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടന്നാൽ മാത്രം പോരാ, അത് വാല്യൂ ബേസ്ഡ് ആയിരിക്കണം. എത്തിക്സ്, വി ഹാവ് ടു പ്രൊഫഷണലിസം, അതാണ് ഇവിടെ വേണ്ടത്. അഡ്മിനിസ്ട്രേഷനിൽ വേണ്ടത് അതാണ് വാല്യൂ ബേസ്ഡ്, അതായത് മൂല്യം അടിസ്ഥാനമാക്കിയത്. എന്താണ് വാല്യൂ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റിലയബിലിറ്റി, ഗ്രേറ്റ്ഫുൾനെസ് ആൻഡ് ലിബറാലിറ്റി, പ്രോംപ്റ്റ്നെസ്, ഓക്കെ, ദെൻ ലോങ് ടേം വിഷൻ, ഭാവി ഇങ്ങനെ ആവണം എന്ന് നമ്മൾ ആലോചിക്കല്, വിത്ത് അഡ്വൈസ് ഓഫ് ദ എൽഡേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് അഡ്വൈസ് നമ്മൾ എടുക്കണം. ഓക്കെ, റിലയബിലിറ്റി. അപ്പൊ നമ്മൾ എന്താണ് വാല്യൂ ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ? റിലയബിലിറ്റി, ഗ്രേറ്റ്ഫുൾനെസ്, ലിബറാലിറ്റി, പ്രോംപ്റ്റ്നെസ്, ലോങ് ടേം വിഷൻ. ഭാവിയില് 2 കൊല്ലം കഴിഞ്ഞ് എന്താവണം, 10 കൊല്ലം കഴിഞ്ഞ് എന്താവണം എന്നുള്ള ഭാവിയിൽ നമ്മൾ എന്ത് വേണം, 2025 എന്താവണം, 2030 എന്താവണം, നമ്മുടെ സ്പേസ് പ്രോഗ്രാം ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നില്ലേ, അതേ പ്രകാരം. ഓക്കെ, പിന്നെ അപ്പൊ അതാണ് then long term vision with the advice of the elders. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഈ അർത്ഥശാസ്ത്ര ഒരു മാസ്റ്റർ പീസ് ആണ്, സ്ട്രെയിറ്റ് ക്രാഫ്റ്റ് ആണ്. പിന്നെ വളരെ ഗ്രേറ്റ്നെസ് ഓഫ് കൗട്ടില്യ ഹാസ് ബീൻ കിങ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. രാജാക്കന്മാർക്ക് അവര് മറ്റുള്ളവരെയും കൂടി കൺസൾട്ട് ചെയ്യണം. കിങ് was supposed to consult the council of ministers. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാസ്റ്റർ പീസ് ആയിട്ടുള്ളത് ചാണക്യൻ എഴുതാണ്, കൗട്ടില്യ എഴുതിയതാണ്. കൗട്ടില്യ എന്ന് പറഞ്ഞ ചാണക്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷ്ണുഗുപ്ത എന്നും പറയുന്നു. അദ്ദേഹം സെൻട്രലൈസ്ഡ് ഗവൺമെന്റിന്റെ സെൻട്രലൈസ്ഡ് ഗവേണൻസിനെ പറ്റിയിട്ടാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആദ്യത്തേത്. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിങ്. ഇവിടെ എന്താ പറഞ്ഞ വെച്ചാൽ, ഓൾ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്, ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ വെർ വെസ്റ്റഡ് ഇൻ ഹിം. രാജാവിലാണ് എല്ലാ പവറും, അതേമാതിരി പിന്നെ ലെജിസ്ലേഷൻ, അതേമാതിരി എക്സിക്യൂട്ടീവ്, അതേമാതിരി ജുഡീഷ്യറി, എല്ലാം രാജാവാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എന്ത് നിയമം പാസ്സാക്കണം, ആരുടെ പേരിൽ എന്ത് പണിഷ്മെന്റ് ചെയ്യണം, law, source of law,
അതും രാജാവാണ്. എല്ലാ പവേഴ്സും രാജാവിലാണ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിങ്. അയാളാണ് ഭരണാധികാരി. അദ്ദേഹമാണ് തീരുമാനിക്കണം എത്ര ആള് വേണം, എത്ര ആള് വേണ്ട, എപ്പോ നീക്കം ചെയ്യണം, എന്തെല്ലാം ഉപദ്രവിക്കണം, അല്ലെങ്കിൽ നല്ലത് ചെയ്യണം, വെൽഫെയർ ജനങ്ങളുടേത്, ടാക്സേഷൻ, നികുതി പിരിക്കേണ്ടത്, ഇതൊക്കെ രാജാക്കന്മാരാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. പിന്നെ കിങ് വാസ് ദ സോഴ്സ് ഓഫ് ലോ. ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ഡിസിഷൻസ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. പറഞ്ഞതായ കാര്യങ്ങള് ലെറ്റർ ആൻഡ് സ്പിരിറ്റില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു രാജാവിന്റെ ധർമ്മമാണ്. ആ രാജാവ് വെറും നിയമം ഇതുണ്ടാക്കിയ പോരാ, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും വേണം. ഓക്കെ. പിന്നെ അടുത്തത് പിന്നെ യെസ്, ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്. ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ലിക് ഡിപ്പാർട്ട്മെന്റ് അതെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ മോഡേൺ ഏജ്. അതായത് വേരിയ ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുതിരയുടെ കാര്യം, ജയിലിന്റെ കാര്യം, ജുവൽസ്, ഡയമണ്ട്, ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ സൂക്ഷിച്ചായിരുന്നു. മിന്റ്, പണം, അന്നത്തെ പണം, കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത് ഈ പല പല ഡിപ്പാർട്ട്മെന്റ് ഈ രാജാക്കന്മാരുടെ കീഴില് ഉണ്ടായിരുന്നു, പല ഇതിന്റെ കീഴില്. പിന്നെ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ ലോക്കൽ ലെവൽ. ദ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ ലോക്കൽ ലെവൽ. ഈ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ ലോക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ദ പീപ്പിൾ. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ അറിയാലോ, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന്. പിന്നെ ഇന്നത്തെ മാതിരി അത്ര വിപുലമായ ഇതല്ല കേട്ടോ. അതായത് ക്ലീനിങ്ങും മറ്റേ ഇതൊക്കെ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അത്. പിന്നെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, ജനങ്ങളുടെ സുരക്ഷിതത്വം, ജനങ്ങളുടെ പ്രോപ്പർട്ടിയുടെ സുരക്ഷിതത്വം. പിന്നെ റെഗുലേഷൻസ് ഓഫ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, റൂൾസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ ലെവലില് വേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ യെസ്, ക്വാളിറ്റി ഓഫ് പേഴ്സൺസ് ഹു റൺ ഇറ്റ്, പീപ്പിൾ എൻഗേജ് ഇൻ ദ ടാസ്ക്. അതേമാതിരി നമ്മുടെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് വരുന്നത്. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, പെർസണൽ, നോട്ട് PRSONAL, പേഴ്സണൽ പ്ലൂറൽ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ, റിക്രൂട്ട്മെന്റ്. ഇവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് വേറെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ പണ്ടത്തെ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയുന്നത്. നോക്കൂ, ഈവൻ രാജാവിനെ സെലക്ട് ചെയ്യണം വെച്ചാൽ രാജാവും ഫുൾഫിൽ ചെയ്യണം ചില ക്വാളിഫിക്കേഷൻ. രാജാവിന് was supposed to fulfill a number of eligibility condition to become the king. രാജാവ് ആകണമെങ്കിൽ പല എലിജിബിലിറ്റി കണ്ടീഷൻ. നിങ്ങൾ ബ്രിട്ടനിൽ നോക്കൂ, രാജ്ഞി, അത് കഴിഞ്ഞിട്ട് ഭർത്താവായിരുന്നു, പിന്നെ ഭാര്യയായിരുന്നു, പിന്നെ മൂത്ത മകനായിരുന്നു, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൻ, അങ്ങനെ 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 പോകുന്നു. മനസ്സിലായില്ലേ? അതേ പ്രകാരമാണ് പലയിടത്തും ജപ്പാനിലും അതേമാതിരിയാണ്, പലയിടത്തും നമ്മുടെ അറേബ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസിൽ ഇതേമാതിരിയാണ്. അപ്പോ ഇതാണ്. പിന്നെ അപ്പോ ഈ അവരുടെ ഹെറിഡിറ്ററി മറ്റേ ഇതുണ്ടല്ലോ, ഒരാൾ കഴിഞ്ഞ മറ്റേള്, അതൊക്കെയാണ് അവിടെ പറയുന്നത്. സോ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോ ഇവിടെ കിങ്ങിന് പോലും, അപ്പൊ എന്തായാലും അർത്ഥം റിക്രൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്നും കൂടി ഞാൻ പറയാം. അതായത് റിക്രൂട്ട്മെന്റിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നോക്കോളൂ, എലിജിബിലിറ്റി ഫോർ സെലക്ഷൻ. ശ്രദ്ധിക്കണേ, എലിജിബിലിറ്റി ഫോർ സെലക്ഷൻ. പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയും, ഇപ്പോഴത്തെ പല എലിജിബിലിറ്റി മാറി. പക്ഷെ റിക്രൂട്ട്മെന്റ് ഫോർ സെലക്ഷൻ ശ്രദ്ധിച്ചോളൂ. എലിജിബിലിറ്റി പണ്ട് ഫോർ സൈറ്റ്, മുമ്പേ നാളെ എന്താ സംഭവിക്കുക കാണാനുള്ള, വീക്ഷിക്കാനുള്ള, അതിനുള്ള കഴിവ്, അതാണ് ഒരു എലിജിബിലിറ്റി. രണ്ടാമത്തെ ബോൾഡ്നെസ്, ധൈര്യം. ഇത് നോക്കൂ, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, പണ്ടത്തെ റിക്രൂട്ട്മെന്റിൽ വേണ്ട നെസസിറ്റിയാണ് ഞാൻ പറയുന്നത്. അടുത്തത് വിസ്ഡം, ബുദ്ധി. ഓക്കെ, അത് കഴിഞ്ഞ ഇന്റലിജൻസ്, മനസ്സിലായില്ലേ? അത് ഏത് എപ്പോ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിയാനുള്ള കഴിവ്. എന്തൂസിയാസം, ഇൻട്രസ്റ്റ്, അതായത് എന്ത് ജോലി ചെയ്തോ അതിലെ സംതൃപ്തി, അതിൽ വളരെ ശ്രദ്ധാപൂർവം സന്തോഷത്തോടെ ചെയ്യുന്നതാണ് എന്തൂസിയാസം. അടുത്തത് എനർജി,
എനർജി വേണമല്ലോ, ഹെൽത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്, ദാൻ മണി ഓർ വാട്ട് എവർ ഇസ് ദർ. ഹെൽത്ത് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ യെസ്, എനർജി, ദെൻ സ്ട്രോങ് മെമ്മറി. നമ്മളൊരാളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറി പവർ, അവർക്ക് ഓർമ്മശക്തി അതുകൊണ്ട് വേണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ. ശുദ്ധം, കളതരമില്ലാതെ വളരെ സത്യസന്ധമായ ട്രാൻസ്പെറൻ്റായ ആളുകളായിരിക്കണം. മനസ്സിലായോ? ഞാൻ ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്, പണ്ടത്തെ കാര്യം. ഇല്ലെങ്കിൽ കിട്ടില്ല റിക്രൂട്ട്മെന്റിൽ. അപ്പോൾ ക്യാരക്ടർ വളരെ നല്ല ആ ക്യാരക്ടർ അല്ല എങ്കിൽ പിന്നെ പനിഷ്മെന്റ് കിട്ടും കിങ്ങിന്റെ. അടുത്തത് ഡിഗ്നിറ്റി. നിങ്ങൾ എവിടെ ജോലി ചെയ്താലും അതിന്റെ ഡിഗ്നിറ്റി കാണിക്കണം. ഇപ്പോൾ ഒരു വൈസ്രോയി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഡിഗ്നിറ്റി. ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ ഡിഗ്നിറ്റിന്റെ. ചെറുതും വലുതും ജോബില്ല കേട്ടോ. എല്ലാ ജോബും ഈക്വൽ തന്നെയാണ്. ശമ്പളം കൂടുന്നല്ലോ, പക്ഷേ എല്ലാവരും ജോലി ചെയ്യുന്നു. എല്ലാ ജോലിയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുനിസിപ്പാലിറ്റി, അവര് നമ്മുടെ റോഡ് ക്ലീൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാലിന്യങ്ങൾ എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും 3-4 ദിവസം കഴിഞ്ഞ് എന്തായിരിക്കും സ്ഥിതി ഒരു സിറ്റിയിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എത്ര റോളാണ്, ഇമ്പോർട്ടൻ്റ് റോളാണ് അവരുടെ. ഹെൽത്ത് എല്ലാം പോവും, എല്ലാ ആരോഗ്യം ഒക്കെ പോവില്ലേ, ഓരോരുത്തർ പല പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പൊ എല്ലാ ജോബ്, അപ്പൊ ഹെൽത്ത്. ദെൻ റിക്രൂട്ട്മെന്റ് വേറെ ബ്രേവറി. മനസ്സിലായില്ലേ? വളരെ ധൈര്യത്തോട് കൂടിയിട്ട് രാജ്യത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറാണ്. സ്കിൽഫുൾ, കഴിവ്, ഓരോരോ ജോലി. പിന്നെ വാചാലമായ, അതായത് എലോക്വന്റ്, ലോയൽ, ഡിവോഷൻ, ഡെഡിക്കേറ്റഡ്. എവിടെ നിങ്ങൾ ജോലി, അതും ഇതും ഞാൻ പറയുന്നു. അന്ന് നിങ്ങൾ രാജാവിനോടോ അല്ലെങ്കിൽ മറ്റു മന്ത്രികുമാരനോടോ ആരോടൊക്കെ ലോയലായിരിക്കും. പക്ഷെ ഇന്ന് ഒരു കാര്യം ഓർക്കണം, ഏതോ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു, യു ഷുഡ് ബി ലോയൽ ടു ദ ഓർഗനൈസേഷൻ. നിങ്ങൾ ലോയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പോവാം. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വേറെ ജോലി ചെയ്യാം. പക്ഷെ വെൻ യു ആർ വർക്കിംഗ് ഇൻ എൻ ഓർഗനൈസേഷൻ, യു ഷോ ഡെഡിക്കേഷൻ, ലോയൽറ്റി ടുവേർഡ് ദാറ്റ് ഓർഗനൈസേഷൻ. അതാണ് അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? പല ഓരോരോ ഓർഗനൈസേഷൻ ഓരോ വിധത്തിലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും പല കാര്യങ്ങൾ. പക്ഷേ ഓർഗനൈസേഷന്റെ പോളിസി അവരല്ലേ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നല്ല വിധത്തിൽ കിട്ടുന്ന പോകാമല്ലോ. പക്ഷേ വെൻ യു ആർ വിത്തിൻ ദ ഓർഗനൈസേഷൻ, യു ആർ സപ്പോസ് ടു ബി ലോയൽ ആൻഡ് ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് യുവർ വർക്ക്. അതാണ് പറയുന്നത്. അന്നത്തെ റിക്രൂട്ട്മെന്റിലും ഈ പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ വേറൊരു എക്സലന്റ് കണ്ടക്ട്, നല്ല സ്വഭാവം. അതാണ് സെൽഫ് ഡിസിപ്ലിൻ. നല്ല സ്വഭാവം, അതായത് നീ മീതെ, ഞാൻ വേറെ മറ്റോ താഴെ, അതല്ല. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ എക്സലന്റ് ആയിരിക്കണം, നല്ലതായിരിക്കണം. അതാണ് എക്സലന്റ് ബിഹേവിയർ, കണ്ടക്ട്. ഓക്കെ. പിന്നെ വേറെ ഫ്രീ ഫ്രം ഹേറ്റ്രഡ്. നിങ്ങൾ ഐ തിങ്ക് യു ആർ ആൾമോസ്റ്റ് ഐ തിങ്ക് യങ് ആയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും നമ്മളെ വെറുക്കാൻ പാടില്ല. എന്താ കാരണം അറിയാം? നിങ്ങൾ വെറുക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ വളരെ പിന്നെന്താ പറയണ്ടേ, നീഡി, വളരെ അത്യാവശ്യമായ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ വെറുക്കപ്പെട്ട ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുക. ഈ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ടുകൾ ചില സമയത്ത് ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ജീവിതത്തില് കഴിയുന്നത് ആരും വെറുക്കാതിരിക്കുക, സ്നേഹിക്കാൻ മാത്രം പഠിക്കുക. സ്നേഹിക്കാൻ ചിലപ്പോൾ നമുക്ക് പല വിഷമങ്ങളുണ്ട്, അതിന് വരെ. പക്ഷെ ഡോണ്ട് ഹെയ്റ്റ് എനിബഡി. അപ്പോൾ ഞാനും അതെ, എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ പല ക്ലാസ് എടുത്താൽ ഞാൻ പറയുന്നു, ഒരാളി നമ്മൾ കഴിയുന്നതും ഒരാളി ഹെയ്റ്റ് ചെയ്യരുത്. കാരണം ഞാൻ എക്സാമ്പിളോട് കൂടി പറയാണ്. സപ്പോസ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം വിചാരിക്കുക. ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യമാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇഫ് യു ആർ ഇൻ ദ ഹോസ്പിറ്റൽ, യു വാണ്ട് ബ്ലഡ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എവിടുത്തെ ബ്ലഡ് ആണോ, ആരുടെ ബ്ലഡ് ആണോ? നമുക്ക് മുസ്ലിമിന്റെ ആണോ, ക്രിസ്ത്യന്റെ ആണോ, അതേമാതിരി പാർസിയുടെ ആണോ? എങ്ങനെ അറിയാം ഈ ബ്ലഡ്? അതിലുണ്ടോ ജാതി മതം ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങൾ വെറുക്കപ്പെട്ടതാണോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിൽ പറയാം, ഞാനൊക്കെ ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ചു തന്നെ ചില സമയത്ത് ഞാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിലാണ്. അത് മുതൽ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. അതായത് ആരെയും നമ്മൾ കമ്പനിയിലും ശരി, ആരെയും ശരി, ഒരാളെ വെറുക്കരുത്, കഴിയുന്നത് സ്നേഹിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, അഡ്മിനിസ്ട്രേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്.
വളർന്നു വരുന്ന തലമുറ ആയതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഉപദ്രവിക്കരുത്. അതാണ് വേറൊരു ഇത് പറയാനുള്ളത്. അതായത് സഹായിക്കാൻ ചിലവർക്ക് സാധിച്ചില്ല എന്ന് വരും, ഓക്കെ, നോ പ്രോബ്ലം, പക്ഷേ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് വേറൊരു കാര്യം. പിന്നെ വേറൊന്ന്, അപ്പൊ എക്സലന്റ് കണ്ടക്ട് പറഞ്ഞു, ഫ്രീ ഫ്രം ഹേറ്റ്രഡ് ആൻഡ് എനിമിറ്റി, ശത്രുതാ മനോഭാവം പാടില്ല. അപ്പൊ ഞാൻ എലിജിബിലിറ്റി റിക്രൂട്ട്മെന്റ് പറഞ്ഞു, പ്രൊമോഷൻ പിന്നെ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ, പല രാജാക്കന്മാരുടെ കാര്യത്തിൽ ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്ത് മേപ്പെട്ട് പോലോ. അതേമാതിരി ട്രാൻസ്ഫർ, ഈ സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക്, അങ്ങനെ പല ഇപ്പൊ നമ്മുടെ നോക്കും ബ്രിട്ടീഷ് സമയത്ത് പണ്ട് പ്രഭുക്കന്മാരായിരുന്ന ഓരോരുത്തരെ വൈസ്രോയ്, അത് ഇവിടുന്ന് ഇവിടേക്ക്, കാനഡയിൽ നിന്ന് ഇവിടേക്ക്, കോമൺവെൽത്ത് കൺട്രീസ് വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയൊക്കെ ഇന്റർ ട്രാൻസ്ഫർ ഒക്കെ വരുമല്ലോ. ഓരോരുത്തർക്ക് പ്രൊമോഷൻ കൊടുത്ത് വലിയ പദവിയിലൊക്കെ കൊടുക്കുമല്ലോ. പിന്നെ ഓരോരുത്തർക്കും പേ ആൻഡ് സാലറി നോക്കൂ, ശ്രദ്ധിച്ചോളൂ. അതേ തത്വമാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ റിക്രൂട്ട്മെന്റിൽ വേണം, പ്രൊമോഷനിൽ വേണം, ട്രാൻസ്ഫറിന് വേണം. അതെ, പേ ആൻഡ് സാലറി, അർഹിക്കുന്ന ശമ്പളം, അർഹിക്കുന്ന സാലറി, അതായത് പേ ആൻഡ് സാലറി. പെർക്സ് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വേറെ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് പെർക്സ്. അതായത് രണ്ട് വിധമുണ്ട്, ഒന്ന് ഇതുണ്ട്, ഇത് ഫൈനാൻഷ്യൽ ഉണ്ട്, ഒന്ന് നോൺ ഫൈനാൻഷ്യൽ ഉണ്ട്, മോണിറ്ററി, നോൺ മോണിറ്ററി. മോണിറ്ററി എന്ന് പറയുന്നത് ശമ്പളം, കാഷായിട്ട് കിട്ടുന്നത്, ഓവർ ടൈം ആയിട്ട് കിട്ടുന്നത്, ബോണസ് ആയി കിട്ടുന്നത്. പക്ഷേ നോൺ മോണിറ്ററി എന്ന് പറയുന്നത് നമ്മുടെ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, ഇന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ പേരൻസ്, അപ്പൊ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും അതെ ശമ്പളം കൊണ്ട് മാത്രം നിങ്ങൾക്ക് തൃപ്തിയാവില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. പേ, വെറും ബേസിക് പേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ടോട്ടൽ ശമ്പളം 800 രൂപയാണ് കിട്ടിയ, അല്ലെങ്കിൽ 1000 രൂപ 10,000 രൂപയാണ് കിട്ടിയ പോരാ. പക്ഷേ അതിനോടനുബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങൾ, ഇൻസെന്റീവ്സ്, അലവൻസസ്, മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മോർ ഹാപ്പി ആയിരിക്കും. ക്വാർട്ടേഴ്സ്, വണ്ടി, ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ വണ്ടി വാങ്ങാനുള്ള ലോണ്, ഇപ്പൊ ഇതൊക്കെയാണ്. പിന്നെ അടുത്ത പോയിന്റ് ആണ് ട്രെയിനിങ് ഓഫ് സിവിൽ സർവന്റ്. എന്താണ് ട്രെയിനിങ് ഓഫ് സിവിൽ സർവന്റ്? അതായത് ഈ വേണ്ട ആളുകൾക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കുക. ഹലോ, അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അല്ല ആവശ്യമില്ലാത്തവർക്കല്ല. അതായത് ട്രെയിനിങ് ആൾവേസ്, ഇവിടെ പറയുന്നത് ട്രെയിനിങ് ഈസ് ഗിവൺ ഓൺലി ഫോർ ദ ട്രെയിനബിൾ, ട്രെയിൻ ചെയ്തും നന്നാക്കാൻ പറ്റുന്നവർക്ക്. സോ നോട്ട് ഓപ്പൺ ഫോർ എവ്രി വൺ, എല്ലാവർക്കും നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ? പിന്നെ ക്വാളിറ്റീസ് ഓഫ് റിട്ടേൺഷിപ്പ്, റിഫ്ലക്ഷൻ. വേറൊരു പോയിന്റ് ഞാൻ മറന്നു, രാജാവ് ആവണമെച്ചാൽ അതിനും എലിജിബിലിറ്റി ഉണ്ട്. ഹലോ, ബ്രിട്ടനിലെ നിങ്ങൾ രാജാവ് ആവണം എന്നുണ്ടെങ്കിൽ നേവിയിലോ എയർഫോഴ്സിലോ വേറെ എവിടെയെങ്കിലും പോയിട്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ട് പരിജ്ഞാനം വേണം. അതേമാതിരിയുള്ള ഇതുണ്ട്, ഡിഫൻസിൽ സർവ് ചെയ്താ ഇതൊക്കെ വേണം. അങ്ങനെ രാജാക്കന്മാർക്കും എലിജിബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ട്രെയിനിങ്. അപ്പൊ ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ, പിന്നെ റീടെൻഷൻ, ഉള്ള ആളുകളെ റീറ്റെയിൻ ചെയ്യുക, പുതിയ ആളുകൾക്ക് ഉള്ള ആളുകളെ സാറ്റിസ്ഫാക്ഷനോട് കൂടി അവരെ റീറ്റെയിൻ ചെയ്യുക. പിന്നെ റിഫ്ലക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ്, റിജക്ഷൻ, റോങ്, പിന്നെ ഫാൾസ്, ഓക്കെ, അപ്പൊ ഇന്റൻസ്, ഓക്കെ. പിന്നെ അടുത്തത് പേ ആൻഡ് സാലറി പറഞ്ഞു, ട്രെയിനിങ് പറഞ്ഞു. ഇനി അടുത്തത് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത് ബഡ്ജറ്റ്. അതായത് ഒരു രാജ്യത്തിന്റെ പിന്നെ ഏറ്റവും ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യലി സൗണ്ട് ആവണം, ഫൈനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് സ്ട്രെങ്ത് ഓഫ് ദ ട്രഷറി. നമ്മുടെ ഭരിച്ചാൽ നമ്മുടെ ട്രഷറിയിൽ എത്ര കാശുണ്ടെന്ന് വേണ്ടേ, പൈസ മറക്കരുത്. ഈവൻ ഇന്ത്യ മെനി ഇയേഴ്സ്, ഐ തിങ്ക് ഡീക്കേഡ്സ് എഗോ, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് വെറും ഫ്യൂ ഡേയ്സിന് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊരു യുദ്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ജീപ്പില് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അടിക്കാൻ പോലും അത്ര സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഒരു സമയം, ഇപ്പോഴല്ല, ഇപ്പൊക്കെ വളരെ സൗണ്ടാണ്. അപ്പൊ എന്താ പറയുന്നത്, വി ഷുഡ് ബഡ്ജറ്റ് നമ്മുടെ നല്ലതായിരിക്കണം, പ്ലാൻഡ് ആയിരിക്കണം, നമ്മുടെ ഫൈനാൻഷ്യൽ, നമ്മുടെ റവന്യൂ, അതേമാതിരി ഇതൊക്കെ ഉണ്ടല്ലോ, കളക്ഷൻസ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിരിക്കണം, എക്സ്പെൻഡിച്ചർ, പിന്നെ ഇതുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ വളരെ നല്ലതായിരിക്കണം. വളരെ പെർസ്പെക്റ്റീവ് പ്ലാൻ ഉണ്ട്, അത് ലോങ് പ്ലാൻ.
ഓഫ് ഫ്രോഡ്, എങ്ങനെ കക്കുന്നു ആളുകളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വഴികള്, അത് മുഴുവൻ ഞാൻ പറയുന്നില്ല സമയത്തിന്റെ അഭാവം കൊണ്ട്. കള്ളത്തരം, പിന്നെ പബ്ലിക് സർവീസിന്റെ ഫ്രോഡുലന്റ് ബിഹേവിയർ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, പിന്നെ ഗവൺമെന്റ് പ്രോപ്പർട്ടി കൈയേറ്റം ചെയ്യുക, പേഴ്സണൽ വർക്ക് ചെയ്യുക, ഒഫീഷ്യൽ ടൈമിൽ പേഴ്സണൽ വർക്ക് ചെയ്യുക, നോൺ ഡെലിവറി ഓഫ് റവന്യൂ, പൈസ കളക്ട് ചെയ്ത് ഗവൺമെന്റ് പൈസ കളക്ട് ചെയ്തിട്ട് ട്രഷറിയിൽ അടയ്ക്കാഞ്ഞാലുള്ള പനിഷ്മെന്റ്, പിന്നെ ടു ദ ട്രഷറി, പിന്നെ മിസ്റെപ്രസെന്റേഷൻ, ഇൻകം മിസ്യൂട്ടിലൈസേഷൻ, അതേമാതിരി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫേവർ ഷോൺ, ആർക്കെങ്കിലും ഫേവർ ചെയ്യുക, അതും തെറ്റാണ്. ആർക്കെങ്കിലും ഫേവർ ചെയ്യുന്നത് തെറ്റാണ്, അത് പിന്നെ പനിഷ്മെന്റ് ഉണ്ടാവും. പിന്നെ പനിഷ്മെന്റ് വാസ് അവാർഡഡ് ഓൺലി ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അതാണ് ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ പനിഷ്മെന്റ് ചെയ്യാൻ പാടൂ. പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറി. രാജാവ് എന്താണ്, രാജാവിന്റെ ധർമ്മം എന്താണ്, ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷന്റെയും ലോക്കൽ ലെവലിലെ മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരിക്കണം, അതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോരുത്തരുടെ ഇത് ഫോർസൈറ്റ്, ബോൾഡ്നെസ്, വിസ്ഡം, ഇന്റലിജൻസ്, എന്തൂസിയാസം, എനർജി, സ്ട്രോങ് മെമ്മറി, പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ, ഡിഗ്നിറ്റി, എൻഡ്യൂറൻസ്, സഹിഷ്ണുത, ഓക്കെ, പിന്നെ അഫബിലിറ്റി, സൗഹൃദം, ഓക്കെ, സ്ട്രെങ്ത്, ഹെൽത്ത് ആൻഡ് ബ്രേവറി, ഓക്കെ, സ്കിൽഫുൾ, എലോക്വൻ, വാചാലമായ, ലോയൽ, ഡെവോഷൻ പറഞ്ഞു, എക്സലന്റ് കണ്ടക്ട്, സ്വഭാവശുദ്ധി, ഫ്രീ ഫ്രം ഹേറ്റ്രഡ്, അതായത് വെറുപ്പാൻ പാടില്ല, ആൻഡ് എനിമിറ്റി, ശത്രുത പാടില്ല, പിന്നെ ഇൻഫ്ലുവൻഷ്യലും ആയിരിക്കണം. ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ട ഒരാള്, അതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി സെലക്ഷൻ്റെ കേട്ടോ. പിന്നെ പ്രൊമോഷൻ, നിങ്ങൾ അറിയിക്കുമ്പോൾ പ്രൊമോഷൻ, നിങ്ങൾ എത്രത്തോളം നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടും, അതിന് കാലാവധി ഉണ്ട്. അതേമാതിരി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ റവന്യൂ കളക്ഷനൊക്കെ, തഹസിൽദാരെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. അത് പേ ഈസ് ബേസ്ഡ് ഓൺ യുവർ എന്താണ് നിങ്ങളുടെ സ്ഥാനം, ഇത് അതനുസരിച്ചായിരിക്കും പേ. സാലറീസ് അതായിരിക്കണം. പേ അത് നമ്മൾ ടൈമിൽ കൊടുക്കും. പണ്ടൊരു കാലത്ത് ശമ്പളത്തിന് പകരം ചിലപ്പോൾ നെല്ല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് പല കാര്യങ്ങളും പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും ധാന്യങ്ങളായിരിക്കും ചില സമയത്ത്. അപ്പോൾ പക്ഷെ അത് അവർ നന്നായിട്ട് അവർ ജീവിച്ചേർന്നു. സാലറി ആൾറെഡി ഞാൻ പറഞ്ഞു ഏതെല്ലാം വിധത്തിൽ സാലറിയാണ്. അത് ടൈമിൽ ശമ്പളം കൊടുത്താൽ അവർക്ക്, കാരണം അവർ കുടുംബത്തിന് നന്നായിട്ട് ജീവിക്കാം. അതൊക്കെ നമുക്ക് ഇന്നും ബാധകമാണ്. ഇന്ന് നോക്കൂ, പേ ആൻഡ് സാലറീസ് എന്താണ്? മിനിമം സാലറി പേയബിൾ. ഇന്നത്തെ രണ്ടാമത് 100 ആള് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 1000 ആള് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, 1000-ൽ താഴെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 7-ാം തീയതി ശമ്പളം കൊടുക്കണം. 1000-ൽ മീതെയാണ് എങ്കിൽ 10-ാം തീയതി മുമ്പേ ശമ്പളം. നോക്കൂ, അതേ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്. ട്രെയിനിങ് ഓഫ് സിവിൽ സർവന്റ്, UPSC നോക്കിയോ, അന്നത്തെ ആ ചാണക്യന്റെ അതേ നയങ്ങളാണ് ഇന്നും ഫോളോ ചെയ്യുന്ന. റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വേണ്ടേ? ഇപ്പൊ ഇതാ കുറെ പറഞ്ഞല്ലോ ഞാൻ, അതന്നെ ഇപ്പോഴും വേണ്ടത്. പ്രൊമോഷന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഡിസർവിങ് ആളുകൾ. പ്രൊമോഷൻ എന്താണ്? നിങ്ങളുടെ ജോലി ഔട്ട്സ്റ്റാൻഡിങ് ആണോ, വെരി ഗുഡ് ആണോ, ഏവറേജ് ആണോ, പൂർ ആണോ? അതിന്റെ അർത്ഥം എന്താണ്? എക്സലന്റും വെരി ഗുഡ് ആണെച്ചാൽ പ്രൊമോഷൻ കിട്ടും 4 കൊല്ലം കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ. നിങ്ങൾ ഏവറേജ് ആണ് എന്നുണ്ടെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടില്ല. പൂറാണെച്ചാൽ പിന്നെ ഒട്ടും നോക്കണ്ട, ചില സമയത്ത് പിരിച്ചുവിടും. പിന്നെ ട്രാൻസ്ഫർ, അത് നീഡ് ബേസ്ഡ് ആണ്. ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആവശ്യപ്പെടും, ചില സമയത്ത് ഓർഗനൈസേഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വരും. ചില സ്ഥലങ്ങൾ റീജിയൻ, ഡിവിഷൻ, പ്രോവിൻസ് അങ്ങനെ അനുസരിച്ച്. പിന്നെ സിവിൽ സർവന്റ് പറഞ്ഞു, ബഡ്ജറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അക്കൗണ്ട്സിന്റെ ഓഡിറ്റിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞു. ഇനി ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് നമ്മുടെ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞേക്കണം. സെൻട്രലൈസ്ഡ് സിസ്റ്റം, ഓക്കെ. അതായത് നമ്മുടെ രാജാവ് തീരുമാനിക്കുന്നു, പ്രജകള് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതായത് ഒരു ബ്യൂറോക്രാറ്റാണ് അവര് ഇതിൻ്റെത്. മന്ത്രി അല്ലേ? മന്ത്രി രാജാവിന്റെ റെപ്രസെന്റേറ്റീവ് അല്ലേ? അപ്പൊ
ഒന്ന് ആർമി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ ബ്യൂറോക്രാറ്റിക് ഇതാണ്. അവിടെ നിന്ന് അവരെന്ത് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇതിപ്പം ഞാൻ ഇതൊന്നും നോക്കുള്ളൂ, സെൻട്രലൈസ് സിസ്റ്റം. എന്താ ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കൂ. യെസ്, ഈവൻ അട്രാക്റ്റഡ്, ഈവൻ ഇന്നും അതെ നമ്മുടെ ആളുകളെ ഇത് ഫോളോ ചെയ്യുന്നു. അതായത് the greatness of Kaudilya has been king were supposed to observed by many scholars and principles and Arthashastra, so applicable even today. നോക്കൂ, യെസ്, സെൻട്രലൈസ്ഡ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ സെൻട്രൽ ആർമി, നേവി, എയർഫോഴ്സ്, ഞാൻ പറഞ്ഞല്ലേ, BSF, CRPF, ലോകത്തിൽ തന്നെ പല വിധത്തിലുണ്ടല്ലോ സെൻട്രലൈസ്ഡ്. സ്പേസ്, അറ്റോമിക് എനർജി, സെൻട്രലൈസ്ഡ് ആണ്. അതൊക്കെ സെൻട്രലൈസ്ഡ് ആണ്. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം സെൻട്രലൈസ്ഡ്. UPSC ആണ് നമ്മുടെ ബ്യൂറോക്രാറ്റ്സിന്റെ സെലക്ഷൻ ചെയ്യുന്നത്. UPSC ആരുടെ? സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. അപ്പൊ അത് പിന്നെ അവര് ബ്യൂറോക്രാറ്റ്, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് അവര് ബ്യൂറോക്രാറ്റ്സ്, മനസ്സിലായില്ലേ? അത് ഓരോരോ സ്റ്റേറ്റിന് അവര് അറ്റാച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണമെന്ന്. പിന്നെ വെൽഫെയറിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ. വെൽഫെയറിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ വെൽഫെയർ ഓറിയന്റഡ് അഡ്മിനിസ്ട്രേഷൻ. നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ നോക്കൂ, ക്ഷേമപ്രവർത്തനം നോക്കൂ. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ എത്രയോ സ്കീമുണ്ട് ഇല്ലേ, എത്രയോ സ്കീമുണ്ട്. അതേ പ്രകാരം പിന്നെ വെൽഫെയർ ഓറിയന്റഡ് ആണ്. നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ ഇവർക്ക് അനവധി പൈസ കൊടുക്കുന്നുണ്ട്. 2000 രൂപ, 6000 രൂപ സംതിങ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഓൾഡ് ഏജ് പെൻഷൻ ഉണ്ട്, വിഡോന് പെൻഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ വെൽഫെയർ ആണ്. പിന്നെ അതിന്റെ പുറമെ നമ്മുടെ സോൾജേഴ്സ്, വൂണ്ടഡ് സോൾജേഴ്സ്, നമ്മുടെ യുദ്ധത്തിൽ മരിച്ചവരുടെ അവരുടേത്. അതേ പ്രകാരം എത്ര 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 വെൽഫെയർ ഓറിയന്റ്. നമ്മുടെ വെൽഫെയർ നേഷനാണ്, മറക്കരുത് കേട്ടോ, വെൽഫെയർ ആണ്. അപ്പൊ നമ്മുടെ ഓരോ ഇത് നോക്കുന്ന ആലോചിച്ച് നോക്കൂ. അർത്ഥശാസ്ത്ര എത്രയോ കൊല്ലം, സെഞ്ചുറീസ് എഗോ എഴുതിയ പുസ്തകത്തിൻ്റെതാണ്. നോക്കൊന്ന് ആലോചിച്ച് നോക്കൂ. സെൻട്രലൈസ് സിസ്റ്റം ഇത് അന്നും ഫോളോ ചെയ്യണം. ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ഇന്നും ഫോളോ ചെയ്യണം. പ്രിൻസിപ്പൽസ് അഡ്മിനിസ്ട്രേഷൻ ഇന്നും ഫോളോ ചെയ്യണം. വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഇന്നും ഫോളോ ചെയ്യുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റും ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ 60 വയസ്സായ ആൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ലേ, ഹെൽത്ത് ഒക്കെ പല പല ഹെൽത്ത് സ്കീമുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ പല ഇതുണ്ട്, നമ്മുടെ ഹാർട്ട് സർജറിയോ വേറെ എന്തൊക്കെ സെൻട്രൽ ഗവൺമെന്റ് പല പദ്ധതികളുണ്ട്. എല്ലാം വെൽഫെയർ ഓറിയന്റഡ് ആണ്. പിന്നെ നമ്മുടെ നാച്ചുറൽ കലാമിറ്റിയിൽ വഹിക്കുന്ന പങ്ക്, സെൻട്രലും സ്റ്റേറ്റും ഒക്കെ വഹിക്കുന്ന പങ്ക് വെൽഫെയർ അല്ലേ. വീടില്ലാത്തൊരു വീട് വെച്ച് കൊടുക്കുക, അതൊക്കെ. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം. പിന്നെ വേറൊരു പോയിന്റ്, ഗവൺമെന്റ് ബൈ കൺസൾട്ടേഷൻ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, ഗവൺമെന്റ് ബൈ കൺസൾട്ടേഷൻ. ഗവൺമെന്റ് ബൈ കൺസൾട്ടേഷൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നെ മറ്റുള്ളവരോട് കൂടി കൺസൾട്ട് ചെയ്തിട്ട്, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പണ്ടൊക്കെ രാജാവിൻ്റെ ഉണ്ടായിരുന്നു, അക്ബറുടെയൊക്കെ സദസ്സിൽ. അത് ഇവരോട് കൺസൾട്ട് ചെയ്തിട്ടാണ് എടുക്കുക. അതേപോലെ കൺസൾട്ടേഷൻ ഈസ് എ പ്രീ റിക്വസിറ്റ് ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അതായത് എന്താണ് ആറ്റിറ്റ്യൂഡ്? മനോഭാവം, മെറിറ്റ്, യോഗ്യത, ആൻഡ് ക്വാളിറ്റീസ് യെസ് ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ ഓർഗനൈസേഷണൽ ടാസ്ക് ഫോർ എൻ എഫിഷ്യന്റ്, എഫക്റ്റീവ് ആൻഡ് വളരെ കഴിവുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളത്. എന്താണ്? ഫലപ്രാപ്തി. എഫക്റ്റീവ് പറഞ്ഞ ഫലപ്രാപ്തി. ആൻഡ് പീപ്പിൾ സെൻട്രിക്, ജനകേന്ദ്രീകൃത, പീപ്പിൾ സെൻട്രിക്, ജനങ്ങൾക്ക് വേണ്ടി, ഓഫ് ദെയർ ഓർഗനൈസേഷൻ. അപ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഭരണം, മനസ്സിലായില്ലേ? അന്നും രാജാക്കന്മാരും അതേമാതിരിയായിരുന്നു, നല്ല നല്ല ഭരണം കാഴ്ചവെച്ച എത്രയോ ആളുകളുണ്ട്, മനസ്സിലായി. ബ്രിട്ടീഷുകാരുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചില നല്ല ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതേമാതിരി പല കാര്യങ്ങളുണ്ട്. അതേമാതിരി ചില ദോഷവശങ്ങളുണ്ട്. അപ്പൊ എന്താ കാരണം വെച്ചാൽ നമ്മള് എല്ലാ ഇതും ഭരണമായിക്കോട്ടെ, അതിൽ നല്ലതും ചീത്തയുണ്ട്. അതുകൊണ്ട് അപ്പോ നമ്മുടെ അർത്ഥശാസ്ത്രയിലെ പറഞ്ഞ തത്വങ്ങള് വളരെ 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 ഇന്നത് റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, വെൽഫെയർ ആയിക്കോട്ടെ, കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, കൺസൾട്ടേറ്റീവ് പ്രോസസ്. നമ്മുടെ പാർലമെന്റ് കൺസൾട്ടേഷൻ അല്ലേ, അവിടെ നമ്മുടെ MP മാരും ലെജിസ്ലേറ്റീവ് അസംബ്ലി കൺസൾട്ടേഷൻ അല്ലേ. അപ്പോ
55 അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. അപ്പൊ സെൻട്രലൈസ് സിസ്റ്റം, ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, പ്രിൻസിപ്പൽസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, വെൽഫെയറിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ, നീഡ്സ് ഓഫ് എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് വേണം. വാല്യൂസ് സിസ്റ്റം, അതായത് നമ്മൾ എന്തിലും അതേ വാല്യൂസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ്, മെറിറ്റ്, ക്വാളിറ്റി ഓഫ് ദ പീപ്പിൾ, ജനങ്ങളെ നല്ല നല്ല സിറ്റിസൺ ആയിരിക്കണം. നമ്മളെ വളരെ നോളജബിൾ പേഴ്സൺസ് ആയിരിക്കണം. എന്നാണ് ഈ രാഷ്ട്രം പുരോഗമിക്കൂ. എൻഗേജ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പൊ ഓർഗനൈസേഷൻ്റെ, രാജ്യത്തിന്റെ പുരോഗതിക്കും ഓർഗനൈസേഷന്റെ പുരോഗതിക്കും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ഉള്ള വർക്ക് ഫോഴ്സ് അത്യാവശ്യമാണ്. ഫോർ ആൻ എഫിഷ്യന്റ്, എഫക്റ്റീവ്, ഫലപ്രദമായ ആളുകൾ, അവരുടെ സംഭാവന, അതേമാതിരി സെൻട്രിക് പെർഫോമൻസ് ഓഫ് ദെയർ ഓർഗനൈസേഷൻ ആസ് വെൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ തിങ് വിച്ച് ഐ വാണ്ട് ടു ടെൽ യു. അപ്പോൾ ലെറ്റ് മീ സമ്മറൈസ് വൺ തിങ് മോർ. Arthashastra, Kautilya's, this thing is still prevalent all over the world, including India. The old rules and new rules. Thank you very much.